യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമായൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ അനുഗ്രഹദായകമായൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മെ തന്നെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. വർഷാവസാന പ്രാർത്ഥനയും വർഷാരംഭ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നമ്മൾ നടത്തുകയാണ്. ഈ വർഷം അവിടുന്ന് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും വരുന്ന വർഷത്തിൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഭക്തിപൂർവം നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം, ഈ ആരാധനയിൽ പങ്കുകൊള്ളാം. ദൈവത്തിൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കരങ്ങൾ കൂപ്പി ഭക്തിയോടുകൂടെ ഈ തിരുമണിക്കൂറായിരിക്കാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമ്മുടെ കുടുംബത്തെ പരിപൂർണമായി സമർപ്പിക്കാം, കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ നാടിനെ സമർപ്പിക്കാം, നമ്മുടെ രാജ്യത്തെ സമർപ്പിക്കാം, നമ്മുടെ ഈ ലോകത്തെ സമർപ്പിക്കാം. എല്ലാ മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ നന്ദിയോടെ നമുക്ക് ആയിരിക്കാം. ഭക്തിപൂർവം ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാവരും ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാവരും ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, നമ്മുടെ കുടുംബത്തെ പരിപൂർണമായ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു വർഷക്കാലം അവിടുന്ന് നമുക്ക്
നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ കൃപകളെയും ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ, ഇതാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഒരുപാട് കുറവുകളുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പാപികളാണ് കർത്താവേ. കർത്താവേ, എങ്കിലും അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വന്നു, ഞങ്ങളെ സ്പർശിച്ചു കർത്താവേ. എത്രയോ അനുഗ്രഹങ്ങളാണ്, എത്രയോ കൃപകളാണ് ഞങ്ങൾക്ക് ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ് കർത്താവേ. കർത്താവേ, തിരുമുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞ കൃപകളെ, അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. നീയാണ് രക്ഷകൻ, നീയാണ് ദൈവം എന്നേറ്റു പറയുവാനുള്ള നിമിഷം കർത്താവേ. നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ, യേശുവേ, നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ സർവവും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, നീയാണ് രക്ഷകൻ, നീയാണ് കർത്താവ് എന്നേറ്റു പറയുവാനുള്ള നിമിഷം കർത്താവായ യേശുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ട്, ബലഹീനതകളാണ് ഞങ്ങൾക്ക് കർത്താവേ. ഞങ്ങൾ ബലഹീനരാണ്, പാപികളാണ് കർത്താവേ. എങ്കിലും അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ കൃപകളെ, അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുവാൻ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. കുടുംബാംഗങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഇല്ലാത്ത എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. ഒരിക്കൽ കൂടി യേശു കർത്താവാണെന്ന്, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും പരിപൂർണ്ണ ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. യേശുവേ യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 106 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. അവിടുത്തെ കാരുണ്യം
എന്നേക്കും നിലനിൽക്കും. ഈ ഒരു വർഷക്കാലം അവിടുത്തെ കാരുണ്യമാണ് നമ്മൾ അനുഭവിച്ചത്. അവിടുത്തെ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചത്. അവിടുത്തെ വിശ്വസ്തതയാണ് നമ്മൾ അനുഭവിച്ചത്. സങ്കീർത്തനോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. യേശുവിൻ്റെ ജനനം ആഘോഷിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. അവിടുത്തെ തിരുപ്പിറവിയിൽ പങ്കുകൊണ്ടവരാണ് നമ്മൾ. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് കാൽവരിയിലെ കുരിശിൽ മരണമടയുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി ഭൂജാതനായി. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നിമിഷം തന്നെ മരണത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. നമ്മുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ കുറവുകൾക്ക് വേണ്ടി അവിടുന്ന് കുരിശുമരണം ഏറ്റെടുത്ത് നമ്മെ രക്ഷിച്ചു. ആ സ്നേഹത്തിൻ്റെ, കരുണയുടെ മൂർത്തിഭാവമാണ് ഈ വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന മുറിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. ഈ തിരുവോസ്തിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിത്രം അവിടുത്തെ ജനനവും അവിടുത്തെ പരസ്യജീവിതവും പീഡാസഹനവും മരണവും ഉത്ഥാനവുമാണ്. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഈ തിരുവോസ്തിയിൽ. തിരുവോസ്തിരൂപനായ കർത്താവ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ അവിടുത്തെ മുമ്പിൽ സർവവും നമുക്ക് സമർപ്പിക്കാം. നന്ദിയോടുകൂടെ നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള കൃപകൾക്ക് നന്ദി പറയാം. നമ്മുടെ കുറവുകൾക്ക് മാപ്പപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഭക്തിപൂർവം ഇവിടെ ആയിരിക്കുന്നവരോട് ചേർന്ന് ലോകം മുഴുവനുമുള്ള എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളില്ല എങ്കിൽ ഇവിടെ ശുശ്രൂഷികൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാം. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ദുഃഖം നമുക്കുണ്ട്, വേദനയുണ്ട്. പലതരത്തിലുള്ള കടബാധ്യതകൾ നമുക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അതേ സമയം എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് ഈ ഒരു വർഷം നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയോ ജനനങ്ങൾ ഈ ഭൂമിയിൽ നടന്നു. എത്രയോ നല്ല കാര്യങ്ങൾ ഈ ലോകത്തിൽ നടന്നു. നമുക്ക് കർത്താവിന് നന്ദി പറയാം. കർത്താവിനോട് ചേർന്ന് നമുക്കായിരിക്കാം. ഈ ഒരു മണിക്കൂർ യേശുവിനോടൊപ്പം നമുക്കുമായിരിക്കാം. വർഷ അവസാന പ്രാർത്ഥനയിലേക്ക്, വർഷാവസാന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഭക്തിപൂർവം പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും
ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുവാനുമായി ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ അങ്ങേ സന്നദ്ധിയിൽ വന്നുകൂടിയിരിക്കുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അനന്തമായ കാരുണ്യത്താൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചു, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് വിളിക്കുകയും ചെയ്തു. എങ്കിലും അങ്ങയുടെ കൽപ്പനകൾ മറന്ന് ഞങ്ങൾ പാപം ചെയ്തു പോയി. കാരുണ്യവാനായ കർത്താവേ, പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയോട് നന്ദി പറയുവാനും അങ്ങേ നാമത്തെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. കർത്താവേ, അങ്ങയോട് നന്ദി പറയുവാനും അങ്ങേ നാമത്തെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഞാൻ അങ്ങേ കാരുണ്യം പ്രകീർത്തിക്കും, സന്ധ്യാകാലത്ത് അങ്ങേ വിശ്വസ്തതയും. വീണയും കിന്നരവും കൊണ്ട് അങ്ങൊന്ന് എന്നെ സന്തോഷിപ്പിച്ചു, അവയിൽ ഞാൻ ആനന്ദിക്കുന്നു. അങ്ങേ പ്രവൃത്തികൾ എത്ര ഉത്കൃഷ്ടമാകുന്നു, അങ്ങേ ചിന്തകൾ എത്ര അഗാധവുമാകുന്നു. മൂഢനായ മനുഷ്യൻ അതറിയുന്നില്ല, ദോഷന്മാർക്ക് അത് ദുർഗ്രഹമാകുന്നു. പാപികൾ പച്ചപ്പുല്ലുപോലെ തഴച്ചു വളരുന്നുണ്ടാവും, ദുഷ്ടന്മാർ വിടർന്ന് പുഷ്പിക്കുന്നുണ്ടാവും. അവർ നീങ്ങുന്നത് നാശത്തിലേക്കാകുന്നു, അങ്ങ് എന്നേക്കും അത്യുന്നതനാകുന്നു. ഭൂവാസികളെ, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തിന് കീർത്തനം പാടുവിൻ. അത്ഭുതകരമായ പല കാര്യങ്ങളും അവിടുന്ന് മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ജീവൻ നൽകി, നമ്മുടെ കാലുകൾ വഴുതിപ്പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. വെള്ളി പരിശോധിക്കുന്നത് പോലെ ഞങ്ങളെ അവിടുന്ന് പരിശോധിച്ചു. ഞങ്ങളെ വലയിലകപ്പെടുത്തുകയും പീഡകൾക്കിരയാക്കുകയും ചെയ്തു. തീയിലും വെള്ളത്തിലും കൂടി അങ്ങൊന്ന് ഞങ്ങളെ നടത്തി. എങ്കിലും അതിൻ്റെ എല്ലാം അവസാനം ആനന്ദത്തിലേക്ക് ഞങ്ങളെ ആനയിച്ചു. കൈകൾ നിറയെ കാഴ്ചകളുമായി അങ്ങേ ഭവനത്തിലേക്ക് ഞാൻ വരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രകൃത്യാ മറഞ്ഞിരിക്കുന്നവനും പ്രവൃത്തികളാൽ സ്വയം വെളിപ്പെടുത്തുന്നവനുമായ ദൈവമേ, ആകാശവും ഭൂമിയും അങ്ങേ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ഈ ഒരു വർഷക്കാലം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടെ നമുക്കോർക്കാം. എത്രയോ അപകടങ്ങളിൽ നിന്നാണ് അവിടുന്ന് നമ്മളെ അനുദിനം ഈ ഒരു വർഷക്കാലം സംരക്ഷിച്ചത്. പാപത്തിൻ്റെ വഴിയിൽ നമ്മൾ പെട്ടെങ്കിലും അവിടുന്നെല്ലാം നമ്മെ മോചിപ്പിച്ചുകൊണ്ട് അവിടുത്തെ തൃക്കരം നീട്ടി നമ്മളെ വിശുദ്ധീകരിച്ചു. ആ സ്നേഹത്തിന്, ആ അനന്തമായ കരുണയ്ക്ക്, അവിടുത്തെ കൃപയ്ക്ക് നമുക്ക് സ്തോത്രഗീതം ആലപിക്കാം. ദൈവമേ, ദിവ്യദാനങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. ദൈവമേ, ദിവ്യദാനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു.
ദൈവമേ ദിവ്യദാനങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. ദൈവമേ നിൻ ദിവ്യദാനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. അപകടങ്ങളിൽ വീഴാതെ വീണുപോയാൽ താഴാതെ, അപകടങ്ങളിൽ വീഴാതെ വീണുപോയാൽ താഴാതെ, അനുദിനം ഞങ്ങളെ നീ കാത്തുപോന്നല്ലോ. അനുദിനം ഞങ്ങളെ നീ കാത്തുപോന്നല്ലോ. ദൈവമേ നീ ദിവ്യദാനങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. ദൈവമേ നിൻ ദിവ്യദാനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. പാപത്തിൽ വഴിയിലും ശോകത്തിൻ ചുഴിയിലും, പാപത്തിൻ വഴിയിലും ശോകത്തിൻ ചുഴിയിലും, തൃക്കരങ്ങൾ നീട്ടി ഞങ്ങൾക്ക് ആശ്രയം നൽകി. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങൾക്ക് ആശ്രയം നൽകി. ദൈവമേ നിൻ ദിവ്യദാനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. ദൈവമേ നിൻ ദിവ്യദാനങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു. നമ്മുടെ ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും അവിടുത്തെ കൃപ യാചിക്കാം, അവിടുത്തെ അനുഗ്രഹം യാചിക്കാം. പശ്ചാത്തപിക്കുന്ന പാപിയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ധൂർത്തപുത്രനെ ഇരുകരങ്ങളും നീട്ടി തൻ്റെ മാറോട് ചേർത്ത് വെച്ച് അവിടുത്തെ സ്നേഹവാത്സല്യം ചൊരിഞ്ഞ് ആ നല്ല പിതാവിൻ്റെ ഓർമ്മ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കും ഉണ്ടാവണം. അനുതാപത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും അങ്ങയുടെ അനുഗ്രഹവും സഹായവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അപരാധങ്ങൾ കഴുകിക്കളയുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. എന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങേ സന്നദ്ധിയിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അങ്ങേ വചനങ്ങൾ നീതിയുക്തമാകുന്നു, അങ്ങേ വിധികൾ വിജയിക്കുകയും ചെയ്യും. ഞാൻ പാപത്തോടുകൂടെ ജനിച്ചിരിക്കുന്നു, എൻ്റെ ഉത്ഭവം തന്നെ തിന്മയിലാകുന്നു. അങ്ങ് സത്യവാനാണല്ലോ, അങ്ങേ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെയും പഠിപ്പിക്കണമേ. പരിമള തൈലം കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. അതിൽ എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകട്ടെ. അങ്ങേ സന്തോഷം എനിക്ക് നൽകണമേ,
ഞാൻ അതിൽ ആനന്ദം കൊള്ളട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിക്കണമേ, എന്റെ അപരാധങ്ങൾ മായ്ച്ചു കളയണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുജനു ജന്മം നൽകിയ നാഥ, വിനയമോടങ്ങയെ വാഴ്ത്തിയിടുന്നു. വരുവിൻ വിരവോടു വരുവിൻ, ജീവൻ തിരിയും മുൻപേ നാഥനെ വാഴ്ത്താം. ചിതമാനസരാം സുഹൃതികളെന്നും ജീവിക്കുന്നു മൃതിയുടെ പിൻപും. പകലുള്ളപ്പോൾ അധ്വാനിപ്പിൻ, തമസു വരുന്നു മൃതിയുടെ വെളിയും. ജാഗരണത്താൽ മങ്ങിയ വദനം കനകപ്രഭയിൽ മുങ്ങി വിളങ്ങും. നിത്യപിതാവിനു കീർത്തനമെന്നും സുതനും പരിശുദ്ധാത്മാവിനും. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 13, തിരുവചനങ്ങൾ 6 മുതൽ 9 വരെ. ഈശോ അവരോട് ഒരു ഉപമ അരുളി ചെയ്തു. ഒരാളുടെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരമുണ്ടായിരുന്നു. അത് കായ്ക്കുന്നത് കാണുവാൻ അയാൾ കാത്തിരുന്നു. എന്നാൽ അയാളുടെ പ്രതീക്ഷയെല്ലാം വിഫലമായി. ഒരു ദിവസം അയാൾ തൻ്റെ കൃഷിക്കാരനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: 3 വർഷമായി ഞാൻ ഈ അത്തിമരത്തിന്മേൽ പഴം അന്വേഷിക്കുന്നു, അതിലൊന്നും കാണുന്നില്ല. അതിനാൽ അത് വെട്ടിക്കളയുക. എന്തിന് അത് നിലം പാഴാക്കുവാൻ അനുവദിക്കുന്നു? കൃഷിക്കാരൻ മറുപടി പറഞ്ഞു: അത് 1 കൊല്ലം കൂടി അവിടെ നിൽക്കുവാൻ അനുവദിക്കണമേ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിട്ട് നോക്കട്ടെ. എന്നിട്ടും കായ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് അത് വെട്ടിക്കളയാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അവിടത്തേക്ക് നന്ദി പറയാം. ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അപകടം നിറഞ്ഞ വഴിയിലൂടെ സുരക്ഷിതമായി ഞങ്ങളെ നയിക്കുകയും വർഷത്തിന്റെ അവസാനം കാണുവാൻ അനുവദിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ആത്മീകവും ശാരീരികവുമായ നിരവധി സഹായങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച പരമകാരുണ്യവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഗൗനിക്കാതെ അലസമായി ജീവിച്ചപ്പോഴും മനസ്താപത്തിന് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അനുഭൂതി വിശേഷങ്ങൾ അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ മെത്രാന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദായകനും കാരുണ്യവാരിധിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടുത്തോട് നന്ദി പറയാം. വർഷാവസാനത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ സമാപന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടുത്തെ മുമ്പിൽ നന്ദിയോടുകൂടെ നമുക്കായിരിക്കാം. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഈ ലോകത്തിന് തന്നെ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടുകൂടെ ഈ നിമിഷം നമുക്കായിരിക്കാം. കാരുണ്യവാനായ ദൈവമേ,
ഈ വർഷത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേ തൃക്കരങ്ങൾ നീട്ടി അങ്ങേ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാൻ അവിടുന്ന് നൽകിയ കൃപയെക്കുറിച്ച് ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി നമുക്ക് ആരാധിക്കാം. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് അവിടുത്തെ മുമ്പിൽ യാചനാരൂപത്തിലായിരിക്കാം. നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നന്ദിയോടെ, മനോഭാവത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരവും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. അവിടുത്തെ മുമ്പിൽ ശിരസ് കുനിച്ച് നമുക്കവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു വർഷം പുലരുന്നു, പുതുമയിൽ ആശകൾ ഉണരുന്നു. കർത്താവേ നിൻ തനയരിതാ, നിൻ തിരുസന്നിധി അണയുന്നു. ആയിരമായിരം അക്ഷരങ്ങളെ പുതിയ ദിനത്തിൻ പൂങ്കിരണം കാണാതൊട്ടു നിരാശതയിൽ ഭംഗിയടഞ്ഞു മറഞ്ഞല്ലോ. പുതുവർഷത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങളിറങ്ങുന്നു. വിനകളിൽ വീഴാതകിലേശ കൈകൾ പിടിച്ചു നടത്തണമേ. കരളിൽ നിരാശ നിറയ്ക്കരുതേ, കൃപയുടെ വാതിലടയ്ക്കരുതേ. കാക്കും കൈകൾ വലിക്കരുതേ, കരുണ വെടിഞ്ഞു വിധിക്കരുതേ. കണ്ണുകൾ നിന്നിൽ ഉറപ്പിച്ച് ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേ. വീഴാതെന്നെ നയിക്കണമേ, വിജയാനുഗ്രഹമേകണമേ. നാഥാ നിൻ സുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. ദൈവപിതാവിൻ സൗഹൃദവും സുതനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ പ്രീതിയുമൻ വഴിയിൽ വിശുദ്ധി വിരിക്കട്ടെ. പുതിയൊരു വർഷം പുലരുന്നു, പുതുമയിൽ ആശകൾ ഉണരുന്നു. കർത്താവേ നിൻ തനയരിതാ, നിൻ തിരുസന്നിധി അണയുന്നു. തെളിത്തരുന്ന പ്രാർത്ഥന ഏൽച്ചൊല്ലുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കാരുണ്യവനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, ഈ പുതുവർഷത്തിൽ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ ഒരു വർഷത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഈ ഒരു വർഷം മുഴുവൻ അങ്ങയോട് ചേർന്നിരിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് കൃപ
കൃപ നൽകണമേ. ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയോടൊപ്പം എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഈ പുതുവർഷത്തിൽ അങ്ങയുടെ കൃപയും അനുഗ്രഹവും എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. കർത്താവായ യേശുവേ, പാപത്തിൽ നിന്നും പാപത്തിലേക്കുള്ള എല്ലാ ചായ്ച്ചിലുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ അങ്ങ് ആശീർവദിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എല്ലാ രോഗങ്ങളും എല്ലാ വ്യാധികളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അകറ്റണമേ. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങാണ് രക്ഷകനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയോടൊത്ത് എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതുവർഷത്തിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവിടുത്തെ പൂജിക്കുവിൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവിടുത്തെ പൂജിക്കുവിൻ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് നമ്മുടെ സ്രഷ്ടാവാകുന്നു, നാം അവിടുത്തെ അധഗണങ്ങളും ജനവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ പടിവാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകുന്നു, അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. കർത്താവിന്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപം നിറഞ്ഞ ആകാശത്തിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങളെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളമൂതിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ. തപ്പുകളാലും മദ്ദളങ്ങളാലും കർത്താവിനെ സ്തുതിക്കുവിൻ.
കർണാനന്ദകരമായ കൈത്താളങ്ങളാൽ കർത്താവിനെ സ്തുതിക്കുവിൻ. ആരവം കൊണ്ടും ആർപ്പുവിളി കൊണ്ടും കർത്താവിനെ സ്തുതിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആകാശപ്പറവകളെ പോറ്റുകയും വയലിലെ പുഷ്പങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അങ്ങ് ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. ദൈവമേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു, അങ്ങ് തന്നെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങയെ ആശ്രയിക്കുന്നു, അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നാഥൻ അങ്ങ് തന്നെയാകുന്നുവെന്ന് കർത്താവിനോട് ഞാൻ ഏറ്റുപറഞ്ഞു. അങ്ങേ കൂടാതെ എനിക്ക് ഐശ്വര്യമുണ്ടാകില്ല. എൻ്റെ അവകാശവും പാനപാത്രവും കർത്താവാകുന്നു. എൻ്റെ അവകാശം തിരിച്ചു തരുന്നതും അവിടുന്ന് തന്നെയാകുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളപ്പോൾ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഒരു കാലത്തും പേടിക്കില്ല. സിഹിയോൻ പർവ്വതം പോലെ അവർ ഉറച്ചു നിൽക്കും. മലകൾ ഓർസ്ലെത്തുന്ന പോലെ കർത്താവ് തന്റെ ജനത്തെ വലയം ചെയ്ത് രക്ഷിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. ദുഷ്ടന്മാരുടെ കെണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല, ബാധകൾ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ സന്നദ്ധിയിൽ നമുക്കായിരിക്കാം. ഈ ലോകത്തിൻ്റെ പ്രവണതകളിൽ നിന്നും ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും മോചനം നേടി ദൈവത്തിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിച്ച് അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അക്ഷയമായ മഹത്വത്തിൻ്റെ ആസ്ഥാനമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പുതുവത്സരത്തിൽ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യമായ ജീവൻ കൈവശമാക്കുവാൻ വേണ്ടി സൽക്കർമ്മങ്ങളിൽ സമ്പന്നരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. ജീവനോടെ ഇരുന്ന് അങ്ങേ കൽപ്പന അനുസരിക്കുവാൻ അങ്ങേ ദാസനെ അനുഗ്രഹിക്കണമേ. ജീവനോടെ ഇരുന്ന് അങ്ങേ കൽപ്പനകളെ അനുസരിക്കുവാൻ അങ്ങേ ദാസനെ അനുഗ്രഹിക്കണമേ. അങ്ങേ പ്രമാണത്തിന്റെ വൈശിഷ്ട്യം കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാൻ യാത്രക്കാരനാകുന്നു, അങ്ങേ കൽപ്പന എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ. അങ്ങേ പ്രമാണങ്ങളെയെല്ലാം ഞാൻ അത്യധികം സ്നേഹിച്ചു. അങ്ങേ നിയമങ്ങൾ എനിക്ക് മധുരമാകുന്നു, അവ എന്റെ ഉപദേഷ്ടാക്കളാകുന്നു. അങ്ങേ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ
എൻ്റെ മാർഗങ്ങൾ ക്രമപ്പെടുത്തണമേ. അങ്ങേ കൽപ്പന പ്രകാരം ജീവിച്ചാൽ ഞാൻ ഒരിക്കലും നിരാശനാവുകയില്ല. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങേ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ നീതിവിധികളെല്ലാം ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിലും ഉപരിയായി അങ്ങേ നിയമത്തെ ഞാൻ സ്നേഹിച്ചു. അങ്ങേ കൽപ്പനകളെ പറ്റി ധ്യാനിക്കുകയും അങ്ങേ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുകയും ചെയ്തു. അങ്ങേ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങേ വാക്കുകൾ ഞാൻ വിസ്മരിക്കില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനന്തവും അഗ്രാഹ്യവുമായ അങ്ങേ കാരുണ്യത്തെ ഓർത്ത് സൃഷ്ടികളെല്ലാം അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. നീലാകാശം തിങ്ങിപ്പുലരും നീർത്തുള്ളികളെ ദൂതന്മാരെ. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. കർത്താവിൻ തിരുസൈനിക നിരയും സൂര്യൻ ചന്ദ്രൻ താരാഗണവും. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. കാറ്റേ കടലെ കാട്ടാറുകളെ കനലെ കരയിൽ പൊരിയും വെയിലേ. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. കാടും മേടും മേഘാവലിയും തോടും പുഴയും പുൽത്തോപ്പുകളും. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. കനകം പൊഴിയും പുലരിയും അഴകിൽ തെളിയൊളി ചിന്നും സായന്ധനവും. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. കളിരും മലരും മലർവാടികളും മലയും മധുവും മാങ്കാവുകളും. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. മിന്നൽ പിണരും പർവ്വത നിരയും പാട്ടുകൾ പാടും പറവയുമെല്ലാം. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. തിരമാലകളെ ജലജീവികളെ പൂഞ്ചിരി തൂകും പൂഞ്ചോലകളെ. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. മലയും മഞ്ഞും മാമല നിരയും മലരുകൾ തിങ്ങും മഞ്ഞണി വയലും. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. അവനിപ്പതിയാമഖിലേശ്വരനെ വാഴ്ത്തിപ്പാടുവിനാദരവോടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളോട് കൂടി വസിക്കുവാൻ ആശ്വാസപ്രദനെ അയച്ചു തരുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, പുതുവത്സരത്തിൻ്റെ വഴികളിൽ അപകടം കൂടാതെ ഞങ്ങളെ നയിക്കുവാനും അങ്ങയുടെ പ്രമാണങ്ങൾ യഥാകാലം ഞങ്ങളെ അനുസ്മരിപ്പിക്കുവാനും ഞങ്ങളുടെ കർത്തവ്യങ്ങളുടെ ഗൗരവം ഞങ്ങളെ ഗ്രഹിപ്പിക്കുവാനുമായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ആത്മാവിനെ കൊണ്ട് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സെഹിയോനൂട്ടുശാലയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു ദിശാബോധമുണ്ടാകും. ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ കിട്ടും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിജയം നേടാനുള്ള അനുഗ്രഹം കിട്ടും. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാൻ
തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടെ കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്കും ആലപിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, അഗ്നിമഴയായി പെയ്യണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ പരിശുദ്ധാത്മാവേ നീ കടന്നു വരണമേ. പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. താവേ, നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആത്മാവിനെ കൊണ്ട് നിറഞ്ഞവർ, ആത്മാവിനാൽ നിറഞ്ഞവർ ദൈവത്തെ സ്തുതിച്ചതാണ്. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞപ്പോൾ യേശുവിനെ പ്രഖ്യാപിച്ചു, യേശുവിനെ പ്രഘോഷിച്ചു. യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ലഭിച്ചു. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. എൻ്റെ യേശുവേ, യേശുവേ, യേശുവേ. നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുവിനെ വിളിച്ചപേക്ഷിക്കാം. ആത്മാവിനെ കൊണ്ട് നിറഞ്ഞവർ യേശുവിനെ പ്രഖ്യാപിക്കും, യേശുവിനെ പ്രഘോഷിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ സാക്ഷ്യം നൽകും. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അഭിഷേകം തീ പോലെ. നമുക്ക്
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, അങ്ങേ നാമം പരിശുദ്ധമാകുന്നു, അങ്ങേ ആലയം പരിശുദ്ധമാകുന്നു, അങ്ങേ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും രോഗത്തിലും ആരോഗ്യത്തിലും തുല്യമായി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അങ്ങ് ഞങ്ങളുടെ സങ്കേതമായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ പുതിയ വത്സരത്തിൽ അങ്ങയുടെ അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർ യൗസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെയും രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തുണയും സങ്കേതവും ദുഷ്ടസൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പീഡ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. ഈ പുതിയ അവസരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് മുട്ടുകുത്താം. അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഈ ഒരു വർഷം മുഴുവൻ അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനുള്ള കൃപ നമുക്ക് യാചിക്കാം. അവിടുത്തെ സ്നേഹവും അനുഗ്രഹവും കൃപയും എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ദിവ്യദാനങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു.